വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അങ്കമാലി എരുമേലി ശബരി പാതയ്ക്ക് ചൂളം വിളി ഉയരുന്നു. പദ്ധതിക്കായി 50% ചെലവ് വഹിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നു. ഇതിനായി 1900 കോടി രൂപ കിഫ്ബി വഴി നൽകാൻ സംസ്ഥാനം തീരുമാനിച്ചു. കൂടാതെ റെയിൽപാത ബാലരാമപുരം വരെ നീട്ടാനുള്ള സർവേക്ക് 2 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. 1998 ശബരി റെയിൽപാതയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ അത് നീണ്ടുപോയി. 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാത അങ്കമാലിയിൽ തുടങ്ങി കാലടി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, കരിങ്കുന്നം, പിഴക്, പ്രവിത്താനം, ഭരണങ്ങാനം, കാഞ്ഞിരപ്പള്ളി വഴി എരുമേലിയിൽ എത്തും. രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിങ്ങനെ 5 സ്റ്റേഷനുകൾ കോട്ടയം ജില്ലയിലും തൊടുപുഴ, കരിങ്കുന്നം സ്റ്റേഷനുകൾ ഇടുക്കിയിലും ഉണ്ടാവും. അങ്കമാലി മുതൽ എരുമേലി വരെ മൊത്തത്തിൽ 14 റെയിൽവേ സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 303.58 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. 3800 കോടി രൂപ ആകെ ചെലവുള്ള പദ്ധതിയിൽ ഭൂമി ഏറ്റെടുക്കാൻ 1361 കോടി രൂപയും പാത നിർമ്മിക്കാൻ 2439.93 കോടി രൂപയുമാണ് കണക്കാക്കിയിരിക്കുന്നത്. 111 കിലോമീറ്റർ ദൂരമുള്ള ശബരി പാതയിൽ രാമപുരം വരെ 70 കിലോമീറ്റർ ദൂരം കല്ലിട്ട് തിരിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാമാർഗമാകും ശബരി റെയിൽപാത. എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലകളിൽ വികസനം കുതിച്ചെത്താനും ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ കഴിയും. ന്യൂസ് ബ്യൂറോ, എരുമേലി.